കായംകുളം MLA യു പ്രതിഭയുടെ മകനെതിരായ കഞ്ചാവ് കേസിൽ 2 ഉദ്യോഗസ്ഥരോട് ഹാജരാകാൻ എക്സൈസ് കമ്മീഷണറുടെ നിർദ്ദേശം. എക്സൈസ് CI, റേഞ്ച് ഇൻസ്പെക്ടർ എന്നിവരോട് ഈ മാസം അവസാനം ഹാജരാകണം എന്നാണ് നിർദ്ദേശം. മകനെതിരായ കഞ്ചാവ് കേസിൽ യു പ്രതിഭ മുഖ്യമന്ത്രിക്ക് പരാതി നൽകിയിരുന്നു. മനീഷ് മഹിപാൽ വിവരങ്ങളുമായി ചേർന്നു. മനീഷ്, മാധ്യമങ്ങൾക്കെതിരെ ആഞ്ഞടിച്ചിരുന്നു. പക്ഷേ FIR വന്നതോടുകൂടി MLAയുടെ വാദങ്ങൾ പൊളിഞ്ഞതാണെന്ന് വ്യക്തമായതുമാണ്. അതിൻ്റെ പിന്നാലെയുള്ള ഈ വ്യവഹാരങ്ങളിൽ ഈ ഉദ്യോഗസ്ഥരോട് ഹാജരാവാനൊക്കെ പറയുന്നത് അത് സ്വാഭാവികമാണോ ഒരു പരാതി വന്നാൽ? മനീഷ്. അശ്മി, ഈ FIR വന്നതിന് പിന്നാലെ മുഖ്യമന്ത്രിക്കും ഒപ്പം തന്നെ എക്സൈസ് വകുപ്പ് മന്ത്രി MP രാജേഷിനും പ്രതിഭ പരാതി നൽകിയിരുന്നു. തുടർന്നായിരുന്നു അന്ന് ഡെപ്യൂട്ടി കമ്മീഷണർ, ആലപ്പുഴ ഡെപ്യൂട്ടി കമ്മീഷണറായിട്ടുള്ള ജയരാജിനെ സ്ഥലം മാറ്റി 3 മാസം മാത്രമായിരുന്നു അദ്ദേഹത്തിന് വിരമിക്കാനിരുന്നത്. അപ്പോഴാണ് കൊല്ലം സ്വദേശിയായിട്ടുള്ള ഡെപ്യൂട്ടി കമ്മീഷണർ ആലപ്പുഴയിൽ നിന്നും മലപ്പുറത്തേക്ക് സ്ഥലം മാറ്റിയത്. ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ 2 ഉദ്യോഗസ്ഥർ, അതായത് ഈ തകഴി വിരിപ്പാലയിൽ വെച്ചാണ് കഴിഞ്ഞ നവംബർ മാസത്തിൽ യു പ്രതിഭയുടെ മകൻ കനിവ് ഉൾപ്പെടെ 9 പേരെ എക്സൈസ് സംഘം അറസ്റ്റ് ചെയ്തത്. അന്ന് കുട്ടനാട് റേഞ്ച് ഇൻസ്പെക്ടറുടെ നേതൃത്വത്തിലുള്ള സംഘമായിരുന്നു. FIR-ന് അനുമതി കൊടുത്തതും അന്ന് കുട്ടനാട് സർക്കിൾ ഇൻസ്പെക്ടറായിരുന്നു. അങ്ങനെ ആ കുട്ടനാട് സർക്കിളിൽപ്പെട്ട തകഴി വിരിപ്പാലയിൽ വെച്ച് പിടിച്ചതിന്റെ അടിസ്ഥാനത്തിൽ കുട്ടനാട് എക്സൈസ് ആയിരുന്നു നടപടി എടുത്തത്. ആ നടപടി എടുത്ത ഉദ്യോഗസ്ഥരിലെ പ്രധാനമായിട്ടുള്ള 2 ഉദ്യോഗസ്ഥരാണ് ഈ കുട്ടനാട് സർക്കിൾ ഇൻസ്പെക്ടറായിട്ടുള്ള ജയരാജും ഒപ്പം തന്നെ റേഞ്ച് ഇൻസ്പെക്ടറായിട്ടുള്ള അനിൽകുമാർ. ഈ 2 പേരോട് കൂടിയാണ് ഇന്ന് ഈ നിർദ്ദേശം ലഭിച്ചിട്ടുള്ളത്. അതായത് ഈ മാസം അവസാനം തിരുവനന്തപുരത്ത് എത്തി വിശദീകരണം നൽകണമെന്ന രീതിയിൽ അടിയന്തരമായി എത്തണം എന്നുള്ള നോട്ടീസ് നൽകിയിട്ടുള്ളത്. എക്സൈസ് കമ്മീഷണർ തന്നെയാണ് വിവരം അറിയിച്ചിട്ടുള്ളതാണ് ഏറ്റവും ഗൗരവതരമായിട്ടുള്ള കാര്യം. എന്താണെങ്കിലും ഈ വിഷയവുമായി ബന്ധപ്പെട്ട് നേരത്തെ തന്നെ പാർട്ടിക്കകത്തും പുറത്തും തന്നെ പ്രതിഭ തൻ്റെ അഭിപ്രായ വ്യത്യാസം അല്ലെങ്കിൽ ഇതിനോടുള്ള എതിർപ്പ് അറിയിച്ചിരുന്നു. ശരിയായ രീതിയിൽ അന്വേഷിച്ചല്ല എക്സൈസ് സംഘം ഇത് കേസെടുത്തത്. തൻ്റെ മകൻ്റെ പക്കൽ നിന്നും കഞ്ചാവ് പിടികൂടിയിട്ടില്ല എന്ന രീതിയിലുള്ള വാദം MLA ഉന്നയിച്ചിരുന്നു. ആദ്യം 90 ഗ്രാം കഞ്ചാവുമായിട്ടാണ് കനിവിനെ അടക്കമുള്ള സംഘത്തെ പിടികൂടി എന്നായിരുന്നു ആദ്യം പുറത്തുവന്ന് വാർത്ത. പക്ഷേ FIR-ൽ ഈ കഞ്ചാവിന്റെ കണക്കുകൾ കുറച്ച് കാട്ടിയായിരുന്നു പിന്നീട് FIR രജിസ്റ്റർ ചെയ്തത്. ഹാഷ്മി. ഓക്കെ, മനീഷ് മഹിപാലാണ് ആ വാർത്തയുടെ വിവരങ്ങൾ നൽകിയത്. അപ്പോൾ ഹാജരാവാൻ നിർദ്ദേശമുണ്ട്. മുഖ്യമന്ത്രിക്ക് യു പ്രതിഭ നേരിട്ട് പരാതി നൽകിയിരുന്നു. മാധ്യമങ്ങളിലേക്ക് വാർത്ത പോയതിലൊക്കെ MLA-ക്ക് പ്രശ്നമുണ്ട്, അതർക്കം പരാതിയിലുണ്ട് എന്നാണ് അറിയാൻ കഴിയുന്നത്. എന്തായാലും ഇവർ ഹാജരാകുമ്പോൾ അറിയാം എന്താകും അതിൻ്റെ തുടർ നീക്കങ്ങൾ എന്നുള്ള കാര്യം.